ഇന്നലെ വന്നൊരു കപ്പിളിൻ്റെ ചോദ്യത്തിലാണ് ഇന്നത്തെ വീഡിയോ ബേസ് ചെയ്തിരിക്കുന്നത്. വന്നത് എന്താണെന്ന് വെച്ചാൽ, ഡോക്ടറെ ഞങ്ങൾ ഇന്നലെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കി, അപ്പോൾ പോസിറ്റീവാണ്, ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്, ബ്ലഡ് ടെസ്റ്റ് ഒന്ന് ഡോക്ടർ എഴുതി തരുമോ എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പം ഇപ്പോൾ ഈ ഒരു ട്രെൻഡ് കുറച്ച് കൂടുതലാണ്. യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവാണ്, അത് അപ്പം തന്നെ അവർക്ക് കൺഫേം ചെയ്യണം. അപ്പോൾ ഈ ഒരു കൺഫർമേഷൻ്റെ ആവശ്യം അപ്പോഴുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ പ്രഗ്നൻസി ആവാനുള്ള സാധ്യത 99%. അതായത് ഒരു ഫോൾസ് പോസിറ്റീവ്, അതായത് തെറ്റായിട്ടൊരു പോസിറ്റീവ് കാണിക്കാനുള്ള സാധ്യത 1% താഴെയാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതൊരു പ്രഗ്നൻസി ആയിട്ട് തന്നെ എടുക്കാം. 99% അതൊരു പ്രഗ്നൻസി ആണെങ്കിൽ നമുക്ക് ആ സമയത്ത് ഒരു ബ്ലഡ് ടെസ്റ്റിൻ്റെ കൺഫർമേഷനോ അല്ലെങ്കിൽ ഒരു സ്കാനിങ്ങിൻ്റെ കൺഫർമേഷനോ ആവശ്യമില്ല. പിന്നെ ആ സമയത്ത് തന്നെ നമുക്ക് സ്കാനിങ് എടുക്കണോ? 6 ആഴ്ച പ്രഗ്നൻസിയിലാണ് നമ്മൾ സ്കാനിങ് എടുപ്പിക്കുക. അപ്പം ആ ഒരു പീരിയഡ്സ് മിസ്സായ 2-3 ദിവസത്തിൽ നമ്മൾ സ്കാനിങ് എടുപ്പിച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു പുതിയ ഇൻഫർമേഷൻ ഒന്നും കിട്ടാനില്ല. മാത്രമല്ല 6 ആഴ്ചയാകുമ്പോൾ, അതായത് ഒരു 10 ദിവസം കൂടി കഴിയുമ്പോൾ നമ്മൾ ഒരാവശ്യമില്ലാതെ പിന്നെ സ്കാനിങ് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. കാരണം ആ സമയത്തെ സ്കാനിങ്ങിലാണ് നമുക്ക് എല്ലാ ഇൻഫർമേഷനും കിട്ടുക. അപ്പോൾ പീരിയഡ്സ് മിസ്സായി പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾ പ്രഗ്നൻസി ആയിട്ട് തന്നെ എടുത്താൽ മതി. പക്ഷെ ഞാനൊരു 1% ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ പ്രഗ്നൻസി അല്ലാതെ UPT പോസിറ്റീവ് ആവാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് അണ്ടാശയത്തിലെ ചില മുഴകൾ, അല്ലെങ്കിൽ എക്ടോപിക് പ്രഗ്നൻസി, അതായത് ഗർഭപാത്രത്തിൻ്റെ ഔട്ട്സൈഡായിട്ട് വരുന്ന പ്രഗ്നൻസി, ട്യൂബിലോ അണ്ടാശയത്തിലോ ഒക്കെ പ്രഗ്നൻസി വരാം, വളരെ ചെറിയ പോസിബിലിറ്റിയാണ്. പിന്നെ മുന്തിരിക്കുല ഗർഭം, അത് പ്രഗ്നൻസിയുടെ വേറൊരു വേരിയൻ്റ് ആണ്. ടോട്ടലി അൺഹെൽത്തി ആയിട്ടുള്ളൊരു പ്രഗ്നൻസിയാണ്, നമ്മൾ എന്തെങ്കിലും ചെയ്യണം ആ രീതിയിലുള്ളൊരു പ്രഗ്നൻസി. പക്ഷേ നിങ്ങൾ കുറച്ച് ഇപ്പോൾ UPT പോസിറ്റീവായി, നിങ്ങൾ എന്തായാലും 2 ആഴ്ച കണ്ടല്ലേ ഡോക്ടർ സ്കാനിങ് എടുപ്പിക്കുള്ളൂ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഫോളിക് ആസിഡ് അപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അതിനൊരു ഡോക്ടറുടെയും പ്രിസ്ക്രിപ്ഷൻ ആവശ്യമില്ല. നിങ്ങൾക്ക് മെഡിക്കൽ ഷോപ്പിൽ പോയാൽ ഫോളിക് ആസിഡിൻ്റെ ടാബ്ലറ്റ് കിട്ടും. അത് ദിവസം 1 പ്രഗ്നൻസി പോസിറ്റീവായ പാട് സ്റ്റാർട്ട് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ചെറുതായിട്ടുള്ള സ്പോട്ടിങ് അല്ലെങ്കിൽ വയറിൻ്റെ ഒരു സൈഡിൽ മാത്രമായിട്ടുള്ള വേദന ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു 2 ആഴ്ച ആവാൻ നിൽക്കാതെ, അതായത് പീരിയഡ്സ് മിസ്സായി 2 ആഴ്ച ആവാൻ നിൽക്കാതെ നിങ്ങൾ നേരത്തെ തന്നെ വന്ന് കാണിക്കണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്ടോപിക് പ്രഗ്നൻസി, ട്യൂബിലുള്ള പ്രഗ്നൻസി, ഇതൊക്കെ ആയിട്ടാണ് പ്രസൻറ്റ് ചെയ്യുക. അതാണെങ്കിൽ നിങ്ങളുടെ ജീവന് തന്നെ അപകടം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു കണ്ടീഷനാണ്. അപ്പോൾ അത് നേരത്തെ കൂട്ടി അറിയാന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ പീരിയഡ്സ് മിസ്സായി UPT പോസിറ്റീവ് ആണെങ്കിൽ സമാധാനമായിട്ട് ഫോളിക് ആസിഡ് സ്റ്റാർട്ട് ചെയ്ത് ഒരു ഡോക്ടറെ കാണിച്ചാൽ മതി. അതല്ലാണ്ട് നിങ്ങൾക്കൊരു സ്കാനിങ്ങിൻ്റെയോ ഒരു ബ്ലഡ് ടെസ്റ്റിൻ്റെയോ കൺഫർമേഷനോ ഒന്നും നോർമൽ കേസിൽ ആവശ്യമില്ല.